വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ട്രൂത്ത് ഓർ ലൈ ഗിഫ്റ്റ് ചാലഞ്ച് പാർട്ട് 2. അതെ ഗയ്സ്, ട്രൂത്ത് ഓർ ലൈ ഗിഫ്റ്റ് ചാലഞ്ച് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ട്രൂത്ത് പറഞ്ഞാലും ചിലപ്പോൾ ലൈ പറഞ്ഞാലും ഗിഫ്റ്റുകളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങി വെക്കും. അത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് അവർക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ സത്യം പറഞ്ഞിട്ട് ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും കൈ നിറച്ച് ഗിഫ്റ്റുകളായിരിക്കും. അതെ, അപ്പൊ ഈ ചാലഞ്ച് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ അഥവാ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ എന്റെ കയ്യിൽ ഇപ്പോ ഒരു 2 വാട്ടർ ബോട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ടാവും. അതായത് എനിക്ക് ക്ഷമിക്കും. അതെ, ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ടാവും. ഞാനിപ്പോ എക്സാമ്പിൾ പറയാണ്, എന്റെ കയ്യിലുള്ള ക്യാൻഡിൽ ആണെന്നായിരിക്കും ഞാൻ ഇവരുടെ അടുത്ത് പറയുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക, അങ്ങനെ എന്ത് വേണേ ചെയ്യാം. എനിക്കും അഞ്ചിക്കും 3 പ്രാവശ്യം ചോദിക്കാൻ പറ്റും. അതെ, ഞാൻ പറയും ഒന്ന് ഉരുട്ട്, അപ്പൊ ഇവള് പറയും ഒന്ന് എടുത്തിട്, അങ്ങനത്തെ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് കയ്യിൽ എന്താണെന്നുള്ളത് നമ്മള് ശരിക്കും കണ്ടുപിടിക്കണം. അതെ, ഇൻ കേസ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാല് എന്റെ കയ്യിലുള്ള ഈ 2 ഗിഫ്റ്റുകളും ഇവർക്ക് കിട്ടും. കണ്ടുപിടിക്കാൻ ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ആ ഗിഫ്റ്റ് കിട്ടില്ല. ഇനിയിപ്പോ എന്റെ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ ഞാൻ ട്രൂത്ത് തന്നെയാണ് പറയുന്നത് വെച്ചാൽ, അതായത് വാട്ടർ ബോട്ടിൽ തന്നെയാണ് ഇവരുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ, അത് ഇവര് കണ്ടുപിടിച്ചാൽ ഇവർക്ക് ആ ഗിഫ്റ്റ് കിട്ടും. അത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് പോകും. അതെ, ഗിഫ്റ്റ് കമ്പനിക്ക് പോകും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് അപ്പൊ എല്ലാവരും ഭയങ്കര റെഡിയാണ്. ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചത് കുറേ സമയം തപ്പിയിട്ട് കണ്ടുപിടിച്ചാണ് ഗൈസ്. കാരണം നമ്മൾ ഗിഫ്റ്റ് ചാലഞ്ച് ചെയ്ത് ഇനി എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനിലേനു. അപ്പൊ 2-3 മണിക്കൂർ ഇരുന്ന് സ്ക്രോൾ ചെയ്തിട്ട് കണ്ടുപിടിച്ച ഗിഫ്റ്റ്സ് ആണ് ഗൈസ് ഇതൊക്കെ. അതെ, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ. അപ്പൊ ആരാ തുടങ്ങുന്നത്? ആദ്യം ഈ സൈഡിൽ തുടങ്ങിക്കോട്ടെ, അതാ നല്ലത്. ശ്രീ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ശ്രീന്റെ കയ്യിൽ എന്തോ നല്ല സാധനം ഇരിക്കും. അതെ, കൊറേ നേരം മുന്നേ പറയുന്നത് കേട്ട് നല്ല സാധനം നല്ല സാധനം എന്താന്നറിയില്ല. ഞാൻ ഒരു സാധനം ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഞാനത് എടുക്കുകയാണ്. കണ്ണടച്ചിരുന്നു. ഇൻ കേസ് കണ്ടുപോയാലോ? ഗിഫ്റ്റ് അല്ല, ഞങ്ങൾ അങ്ങനെ ചീറ്റം ചെയ്യില്ല. ഞങ്ങൾ കണ്ടുപിടിച്ചോ. കഴിഞ്ഞ പ്രാവശ്യം ഹെഡ്ഫോൺ പോയിട്ട് നല്ല വിഷമമുണ്ട്, അതോട് ചെറിയൊരു പേടിയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സ്തംഭിച്ചിരുന്നു പോയിരുന്നു. അതെ, സത്യം പറയാൻ പറ്റില്ല. ചില സമയത്ത് ശ്രീ ശരിക്കുള്ള പറഞ്ഞാള്, അതാ പ്രശ്നം. ശ്രീ പാക്കറ്റ് ഒന്നും പൊളിച്ചിട്ടില്ലേ ഗൈസ്? ഇപ്പോഴാണ് പൊട്ടിക്കുന്നത്. ആ ശരി, ആരും പൊട്ടിച്ചിട്ടൊന്നുമില്ല പാക്കറ്റ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്റെ കയ്യിലുള്ളത് നമ്മളിങ്ങനെ ബ്രഷ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു ഇതാണ്, എന്താ പറയാ, ഹോൾഡർ പോലത്തെ ഒരു ബൗള് പോലത്തെ ഒരു സാധനമാണ്. ബൗളല്ല, ഒരു ഇങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലേ, എവിടെ സ്റ്റാൻഡിൽ വെക്കുന്നതോ? എന്ന് വെച്ചാല് നമ്മൾ ഈ ബാത്റൂമിലൊക്കെ ബ്രഷ് ഒക്കെ ഇട്ട് വെക്കുന്ന സാധനം ഇല്ലേ, അങ്ങനത്തെ ഒരു പാത്രമാണ് എന്റെ കയ്യിലുള്ളത്. ചോദിക്കണോ? അല്ല, ഞാൻ പക്ഷെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സാധനമാണ്. അത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണോ? അല്ല അല്ല, പ്ലാസ്റ്റിക് അല്ല. അല്ല, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മറ്റേ ഫൈബർ ടൈപ്പ്. ഓക്കെ, അതൊന്ന് ഇങ്ങനെ കൊട്ടോ? സ്ഥിരം ചോദിക്കണം ചോദ്യം. ഫൈബറിന്റെ സുണ്ടല്ലോ. ഞാൻ ഒന്നും പറയുന്നില്ല. അന്നത്തെ മതിയായി. നിങ്ങള് ഗസ് ചെയ്തോ? ഓക്കെ, അത് ഇതിന് അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ റൗണ്ട് ഷേപ്പിലായിരിക്കല്ലോ. അതെ അതെ അതെ, അതൊന്ന് ഉരുട്ട്. ഉരുട്ടുക? അതെ, എന്തിലാ ഉരുട്ടുന്ന? കവർ ഉണ്ടോ? കവർ ഉണ്ട്. കവർ ഊരിയിട്ട് ഉരുട്ട്. കവർ ഊരി ഈ സാധനം ഇതാവുമല്ലോ. ഓക്കെ, എന്നാ കേട്ടെ. ഫൈബർ ആണോ അത്? ഫൈബർ. ഉരുട്ടിങ്ങനെ വിട്, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട്. ഓക്കെ, അതിന്റെ അടുത്ത് 5 വെച്ചോ. അതിന്റെ അറ്റാച്ച്മെന്റ്സ് എന്തുണ്ടെന്നാ പറഞ്ഞേ? അറ്റാച്ച്മെന്റ്സ് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് കഴിയണില്ലേ, ഇങ്ങനത്തെ ഒരു എന്താ പറയാ, പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം അറ്റാച്ച്മെന്റ് ആയിട്ട് അതിന്റെ കൂടെ ഉണ്ട്. അതാണ് ഈ സാധനം മര്യാദയ്ക്ക് ഉരുളാത്തത്. ഉരുട്ടി ഉരുളുന്നില്ല. പ്ലാസ്റ്റിക്കിന്റെ സാധനം എന്തിന്റെ മുകളിൽ? ഇതിന്റെ ഡെക്കറേഷൻ ആയിട്ട് ഇതിന്റെ ഫ്രണ്ടിലുണ്ട്. അതാണ് ഈ സാധനം. ഓക്കെ, അത് പറിച്ചെടുക്കാൻ പറ്റുമോ? അയ്യോ,
അത് പറിച്ചെടുക്കാൻ പറ്റൂല. ഓക്കെ ഞാൻ ചോദിച്ചു പറിച്ചെടുക്കാൻ പറ്റുമെന്ന് അവർക്ക് വേണം. അല്ല അങ്ങനെയാണെങ്കിൽ താഴെ ഇടാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടിട്ട്. ശ്രീന്റെ കയ്യിലുള്ളത് ഹോൾഡർ ആണെങ്കിൽ അതൊന്ന് കുറച്ച് മുകളിൽ താഴോട്ടേക്ക് ഇട്. എന്നാ കണ്ണടക്കണോ? അല്ല കണ്ണടക്കണ്ട, ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇട്ടാ മതി. ഓക്കെ ഓക്കെ ഇതാ ഇടുകയാണ്. അയ്യോടാ, തീരെ വെയിറ്റ് ഇല്ലാത്ത ഹോൾഡർ ആണ്. അയ്യോ ഹോൾഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു സാധനം ഇല്ല, അതുകൊണ്ടാണ് വെയിറ്റ്ലെസ് ആയിരിക്കുന്നത്. ആയിക്കോട്ടെ. ഇതിപ്പോ എന്താ പറയാ, ചുമരുമ്മൽ ഇങ്ങനെ തൂക്കി വെക്കാൻ പറ്റുമോ? തൂക്കി വെക്കാൻ വേണമെങ്കിൽ തൂക്കി വെക്കാം. അതിനുള്ള സാധനം ഉണ്ടായില്ലേ? അല്ല, നമ്മൾ ഈ ഇത് ഇട്ടിട്ട് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമിൽ വെക്കൂലേ? എന്നുവെച്ചാൽ ചുമരുമ്മൽ അറ്റാച്ച് ചെയ്യാൻ അറ്റാച്ച്മെന്റ് ഇതിന്റെ കൂടെ ഇല്ല. അറ്റാച്ച്മെന്റ് ഇല്ല, പക്ഷെ അറ്റാച്ച്മെന്റ് വെക്കണമെങ്കിൽ അതിൽ തൂക്കാനുള്ള സാധനം ഉണ്ടോന്നാ ചോദ്യം. അയ്യോ ഇല്ല. ഇവിടെ ഇന്റർവ്യൂ എന്നുവെച്ചാൽ ഇങ്ങനെ വട്ടത്തിലൊരു സാധനം, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബ്രഷ് ഇട്ട് വെക്കാം എന്ന് അങ്ങനത്തെ ഒരു സംഭവമാണ്. അതല്ലാതെ അറ്റാച്ച് ചെയ്യാനുള്ള സാധനം ഇതിന്റെ കൂടെ ഇല്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? അത് ഞാൻ ചോദിച്ചില്ലേ? കഴിഞ്ഞേ ഫസ്റ്റ് 5 ചോദിച്ചപ്പോ മൂന്നാമത്തെ ചോദിച്ചേ. ഇനി അടുത്ത എന്റെ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊന്ന് മനസ്സിലാക്കണോ? അതൊരു ഫൈബർ ഹോൾഡർ ആണെന്നാണല്ലോ പറഞ്ഞത്. അതെ, ഫൈബർ ഉണ്ട്, ഫ്രണ്ടിൽ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ആലോചിക്കണേ. ഓക്കെ. അത് ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ വിരൽ വെച്ച് കൊട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ കുറച്ചു നേരം. ഓക്കെ ഓക്കെ കേട്ടെ. ഇതിനെക്കാട്ടി നന്നായിട്ട് എനിക്ക് കൊട്ടറിയില്ല. ഇതെന്താ ചെണ്ടമേളോ? കഴിഞ്ഞ ചോദ്യം കേട്ടോ. ഫൈബർ ഞാൻ ഉദ്ദേശിച്ച ഫൈബർ അല്ലേ? ഫൈബർ മറ്റേ ഇതല്ലേ സ്റ്റീലൊക്കെ പോലത്തെ? അങ്ങനെയല്ല, അല്ല പ്ലാസ്റ്റിക്കിന്റെ നല്ല കട്ടിയുള്ള സാധനം പോലത്തെ സാധനമാണ് ഫൈബർ. മനസ്സിലായി. പ്ലേറ്റ് ഒക്കെ അതന്നെ. അതും കൂടി പറഞ്ഞുതരാണ്. ഓക്കെ, തീരുമാനിച്ചോളൂ. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എനിക്ക് എന്തോ ശ്രീ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ലേ ഗൈസ്. എനിക്ക് പറയുന്നത് ശ്രീ പറയുന്ന കള്ളത്തിനാന്നല്ലോ. ഞാൻ പറയുന്നത് ശ്രീ പറയുന്നത് സത്യം. അതോട് നല്ലതേ കൊണ്ടുവെക്കൂ. അങ്ങനെ പറയല്ലേ? ഞാൻ പറയുന്നത് ശ്രീ പറയുന്ന ഫൈബറിന്റെ സൗണ്ട്, അത് ഫൈബറിന്റെ സൗണ്ട് പോലെ എനിക്ക് തോന്നി. പക്ഷെ ബാക്കിയൊന്നും എനിക്ക് അതൊരു അങ്ങനത്തെ ഒരു ഹോൾഡർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ ഇല്ല. ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. രണ്ടുപേരും ഒരേ ഓപ്ഷൻ ചൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനതാ ശ്രീ പറയുന്ന ട്രൂത്താന്നാ പറയുന്നത്. നല്ലോണം ആലോചിക്കണം. ഓക്കെ, ഉറപ്പിച്ചില്ലേ? ലൈ എന്നാണ് പറയുന്നത്, 5 അപ്പം ട്രൂത്ത് എന്നാണ് പറയുന്നത്. 3, 2, 1 go. It was a big lie, guys. നല്ല ഫ്ലവറിന്റെ ഫ്ലവർ ഒക്കെ നോക്കിക്കോ, കൊടുക്കേണ്ടി വരും ഇതിപ്പോ. ഒരു കാര്യം പറയട്ടെ, എനിക്ക് പ്ലാസ്റ്റിക് സൗണ്ട് കേട്ടപ്പോ എനിക്ക് ചെറുതായിട്ട് ഇതാണോ എന്ന് തോന്നി. ഞാൻ നല്ല സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ നല്ല സാധനം വാങ്ങിയത്. ഇത് എന്റെ പെട്ടിയിലാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. മറ്റേ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ട് ആസ്ട്രോനോട്ടിനെ കൊണ്ടുവച്ചല്ലേ അല്ലെ? ഗ്ലോബിലോട് 10 രാജ്യങ്ങളൊക്കെ ചറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലിരുന്ന് പുഴുങ്ങിയിരുന്നു സൗണ്ടില്. കണ്ടോ? അപ്പൊ ഗൈസ്, എന്റെ കയ്യിലുള്ളത് ഒരു ബൗളാണ്. ബൗൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബൗളാണ് കേട്ടോ, കുറച്ച് കട്ടിയുള്ള. പറഞ്ഞു എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗൾ. എന്തിനും യൂസ് ചെയ്യാം. ഒരു ബൗളാണ്, ഫൈബറിന്റെ ഒരു ബൗളാണ് കയ്യിലുള്ളത്. എന്തിനു യൂസ് ചെയ്യാം? ഞാനാ തുടങ്ങട്ടെ. ബൗള് എന്ന് പറയുമ്പോ ഒരു അർദ്ധവൃത്താകൃതിയിലായിരിക്കുമല്ലോ. അർദ്ധവൃത്താകൃതി അതൊന്നും ഇങ്ങനെ 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 കറക്കില്ല. ഇങ്ങനെ ഇങ്ങനെ ഞാൻ അവിടെ കാണിക്കണ്ടോ? അതായത് ശ്രീ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കാനല്ലേ? മനസ്സിലായി. റെഡി? നോക്കിയേ, അല്ല കേട്ടെ. കേക്കണില്ലേ? നിലത്ത് കറക്കാനാ. നിലത്ത് കറക്കുന്നത് നോക്കിക്കോ. ഇതിപ്പോ എങ്ങനെ കേക്ക് സൗണ്ട്? എഡ്ജില്ലേ? സൗണ്ട് ഇല്ലാത്ത ബൗളോ? അതായത് ഈ ബൗള് പിടിച്ച് ഇങ്ങനെ ഇറക്കി എങ്ങനെ കേൾക്കാനാ? ഞാൻ പറഞ്ഞുതരാം.
ഇന്റെ ചോദ്യം എന്ന് പറയുന്നത് ബൗളാണല്ലോ. ബൗളിന് അടിഭാഗത്ത് ഒരു പ്രതലം ഉണ്ടാവുമല്ലോ നിക്കാൻ വേണ്ടിട്ട്. ആ പ്രതലം ഇങ്ങനെ നിലത്ത് തട്ടുമ്പോ കടകടേ കടകടേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ ഇളകുക. എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ഒന്നും വേണ്ട. ആ എഡ്ജ് കുറച്ച് ഷാർപ്പായിരിക്കും. അത് വട്ടത്തില് ഞാൻ സത്യമായിട്ട് വട്ടത്തില് ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് ഇതാ. നീ ഞാൻ ഉരയ്ക്കണോ? ഉരയ്ക്കണ്ട, കറക്കിയാ മതി. നിലത്തിട്ട് കറക്ക്. ആ ടേബിളിന്റെ മുകളിൽ വെച്ച് കറക്കിയാ മതി. ശ്രീ ചോദിക്കി ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ബൗള് ഇങ്ങോട്ട് നോക്കിന്റെ കയ്യിലേക്ക്. ബൗള് ഈ ബൗളിന്റെ ഈ ഭാഗം പിടിച്ച് ഇങ്ങനെ കറക്കാനല്ലേ പറയുന്നേ? അതായത് വായ്ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് അടിഭാഗം കറക്കാൻ. പിന്നെ വായ്ഭാഗം പിടിച്ചിട്ട് കറക്കി. എന്റെ പ്ലാസ്റ്റിക് കവർ ഒന്ന് മാറ്റട്ടെ. പ്ലാസ്റ്റിക് കവറും ഉണ്ടോ ബൗളില്? ഉള്ളിലുണ്ട്. വായ്ഭാഗം പിടിച്ചിട്ട് വായ്ഭാഗം കമത്തി വെച്ചിട്ട് കറക്ക്. അതായത് ഞാൻ അല്ല ഈ സംഭവം മനസ്സിലായി. കേട്ടില്ലേ? ഓക്കെ ഓക്കെ ശരി. ആ ബൗളല്ലേ? അപ്പോ ഈ ഒരു ഹൈറ്റ് എന്നുവെച്ചാ ഇതിന്റെ തൊട്ട് താഴെ ഒന്ന് ഒരു 3 പ്രാവശ്യം ഒന്ന് നിലത്തേക്ക് ഇട്ടെ. ബൗളാണല്ലോ അല്ലേ? ബൗളിലിങ്ങനെ നമ്മളിങ്ങനെ അടിക്കൂലേ? അതിന്റെ മോതിരമുള്ള കൈയോടെ മോതിരമുള്ള കയ്യില് മോതിരം. മോതിരം ഒന്ന് ഈ വിരലിന്റെ ഈ അറ്റത്തോട്ടാക്കി വെക്ക്. ഇവിടെ ഈ എല്ലിന്റെ അവിടേക്ക്. എന്നിട്ട് ആ ബൗളിന്റെ സൈഡിൽ ഇങ്ങനെ കടകടകടന്ന് അടിക്കി. ഈ മോതിരം തട്ടണം. ഈ കയ്യിൽ മോതിരം ഞാൻ ഇട്ടില്ല. മോതിരം മോതിരം തട്ടണം പാത്രത്തുമ്മല്. മതി മതി, അത്ര മതി. എന്റെ 2 ചോദ്യം കഴിഞ്ഞു. ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. അപ്പൊ അടുത്തത് ഷാമി. എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ 2 ദിവസം ഒന്നുകൂടി ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നു. അതെ. ഇത് പിടിച്ചേ. ഇതാ ബൗളിലേക്ക് ഒന്നിട്ടിട്ട് ഇങ്ങനെ കറക്കണം. ബൗളിന്റെ സൈഡിലാണല്ലോ. അങ്ങനെ. നീ എപ്പ തരില്ല കേട്ടോ? നീ എപ്പ തരില്ലേ? എന്റെ മോതിരം പോയി. മോതിരം തരില്ല, ബ്രേസ്ലെറ്റും തരില്ല. ഏലിട്ടെ കിണറില് കിടന്ന് കറങ്ങുന്ന മാതിരി ബ്രേസ്ലെറ്റ് ഞാൻ കറക്കള്. ഇത് ഇങ്ങനെ കറക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ ബൗള് തിരിച്ചു വെച്ച് കമത്തി കറക്കാൻ പറ്റിയില്ല? കമത്തി കറക്കിയല്ലോ. അല്ല സൗണ്ട് എന്ത് വന്നില്ല? സൗണ്ട് വന്നു. വേണം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഈ ടേബിളിന്റെ മുകളിൽ കറക്കി ഇങ്ങനെ തന്നെ കേക്കുള്ളൂ. ബൗളൊന്ന് പറയല്ലോ, ട്രൂത്തോ ലയ്യോ പറയല്ലോ. എന്നിട്ട് ഞങ്ങൾ കറക്കി കാണിച്ചു. ബൗളില്ലേ, വായ്ഭാഗം മേലോട്ടുള്ള രീതിയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ വായ്ഭാഗം അടിയിലോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങനെ കറക്കി വിട്. നിലത്ത് കൂടെ ഇങ്ങനെ 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 ഇടൂലേ? ഇങ്ങനെ കമഴ്ത്തി മലർത്തി കമഴ്ത്തി. അത് ശരി. സ്ഥലല്ലേ? മതിയോ? ചെറിയ ബൗളാണോ വലിയ ബൗളാണോ? അത്ര ഭയങ്കര വലിയ ബൗളല്ല, ഒരു മീഡിയം ബൗൾ. ഇനി ശ്രീന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബൗൾ നേരെ കമത്തി വെക്ക്. വെച്ച് ഇനി അതിന്റെ മുകളിൽ ഇങ്ങനെ തബല കൊട്ടുന്ന പോലെ ഒന്ന് കൊട്ടിയേ. മതി. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് രണ്ടാമത് കഴിഞ്ഞില്ലേ? രണ്ടാളും ഒരു തീരുമാനത്തിലെത്തിയില്ലേ? തുടക്കത്തിൽ കുറച്ച് പാളിച്ച വന്നെങ്കിലും അവസാനത്തേക്ക് എഞ്ചി. അതെ, വളരെ അതെ, എന്തോ ഒരു പ്രശ്നമുണ്ട്.
പറഞ്ഞു. ഞാൻ പറഞ്ഞത് ട്രൂത്ത് ആണോ ലൈ ആണോ എന്ന് പറഞ്ഞോ. എനിക്ക് തോന്നുന്നു ഇവള് ലയ്യാ പറയുന്നതാ. എനിക്കതാ തോന്നുന്നത്. ലൈ ആണ്. ഒരു ബൗളൊക്കെ ബൗള് എന്തിനു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൗള് ഷേപ്പ് ഉണ്ട്. ഉണ്ടോ? ഇല്ല. ഉണ്ടെന്ന് തോന്നുന്നു. പറ ട്രൂത്ത് ഓർ ലൈ. ട്രൂത്ത് ഓർ ലൈ. ലൈ. അഞ്ചി ലൈ. ഓക്കെ. ആ ഒരു നിമിഷത്തിന് വേണ്ടി നിങ്ങൾ മാറ്റി പറയാൻ പറ്റുമോ? മാറ്റി പറയാനൊന്നും പറ്റുന്നില്ല. പറഞ്ഞില്ലേ? കാത്തിരിക്കല്ലേ നിങ്ങള്? റെഡി 3 2 1 ഗോ. പക്ഷെ ഞാൻ ചെയ്തൊക്കെ കറക്റ്റ് ആകാൻ. ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും വന്നില്ല. അത് ഇങ്ങനെ കറക്കി. ആ ഞാൻ ഇത് നോക്കി ഇത് എടുക്കാൻ പറ്റൂ. അയ്യോ നശിപ്പിച്ച്. ഇതില്ലേ ഇത് അയ്യോ ഇത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് ഇതിനുള്ളത് പുറത്തേക്ക് എടുത്തേണ്ട അതിന്റെ ഉള്ളിൽ ഇത് കവറിൽ വന്നതോളം നല്ല കാലം. ഇത് കണ്ട ഈ മണ്ണടക്ക കവറിലാണ് വരുന്നത്. അപ്പൊ ഇത് നേരെ എടുത്ത് പുറത്തുവെച്ചിട്ട് ഇതിന്റെ ഉള്ളിലിട്ട് ഇത് വരെ പറഞ്ഞില്ല എന്നോട് ഫസ്റ്റ് റൗണ്ടിൽ കറക്കാനിതാ. അത് ഞാൻ പക്ഷെ കറങ്ങ. അതായത് ഇത് ഇങ്ങനെ കണ്ടോ ഈ സാധനങ്ങൾ ഇങ്ങനെ ഞാൻ പറയുന്ന ഈ സാധനം തട്ടിക്കാനാ എന്നോട് പറഞ്ഞത്. അതും കറക്കി നിങ്ങൾ സൗണ്ട് കേൾക്കില്ലതാ. ഞാൻ ഇവരെങ്ങനെ ലയ്യ പറയുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തുടക്കത്തില് നമുക്ക് പാളിച്ച പറ്റി. പക്ഷെ ലാസ്റ്റ് കറക്കിയില്ല. ഒരു പാളിച്ച പറ്റിയില്ല. അത് ഞാൻ ഇവിടെ നിഷേധിക്കുന്നു. പാളിച്ച പറ്റിയിട്ടുണ്ട്. ആ മറ്റേ പ്ലാസ്റ്റിക് കവറിന്റെ സൗണ്ട് കേട്ടപ്പോ എനിക്ക് എന്തോ ഡൗട്ട്. അതാണ് പ്ലാസ്റ്റിക് കവർ ഉണ്ട്. അത് വന്നപ്പോഴാണ് പ്രശ്നം. പിന്നെ ഇതിട്ടിട്ട് കറക്കില്ലേ? ഇത് ഈ സാധനം ഭയങ്കര വിശ്വസനീയമായ ഒരു സാധനം. അത് കറക്റ്റ് ചെയ്യുന്നു. അതിലാണ് ഞാൻ കുറച്ച് പാളിപ്പോയത്. സെയിം കളറാ. ഇത് നിങ്ങൾ രണ്ടാളും കൂടി എന്റെ ഓർമ്മയ്ക്കായിട്ട് അതിനെ റൂമിൽ അങ്ങനെയല്ല ഞാൻ തന്നെ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ നട്ട് വളർത്തണം. ഇത് റിയൽ ചെടിയല്ലേ? വെള്ളം ഒഴിച്ച് നടന്നുണ്ട്. ഈ ചാലഞ്ച് തീർന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാന് എന്റെ എന്താ പറയാ ഗിഫ്റ്റുകളുമായിട്ട് റെഡിയാണ്. കുറച്ച് മണ്ണുണ്ട് ഇവിടെ ഒന്ന് തുടക്കണം. തുടച്ചു. ഇപ്പോഴേ സൗണ്ട് എന്താ നിങ്ങള് മിണ്ടാതൊന്ന് ശ്രദ്ധിക്ക. ആയോ? ഇല്ല. ആയാ പറയൂ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. റെഡി? കൊണ്ടുവന്നോ? ഓക്കെ പറഞ്ഞോ. എന്റെ കയ്യിലുള്ളത് ഒരു ബാഗാണ്. ബാഗ്. ഓക്കെ. ബാഗ് ആണെങ്കിൽ സിബ് ഉണ്ടാവല്ലോ. ഓ ബാഗ് എന്ന് പറയുമ്പോ അത് പിന്നെ വെക്കാം. ആ സിബ് ഒന്ന് തുറന്നടക്കി ചെയ്യും. ഓക്കെ. ഇപ്പൊ തുറക്കേ. ഫുള്ള് തുറക്ക അടക്കുകയും ചെയ്യണം. ഫുള്ള് തുറക്ക അടക്കുകയും ചെയ്യണം. സിബ് ഒന്നും കൂടെ എടുക്കട്ടെ കേട്ടോ. അതിന്റെ ഒരു ഗ്യാപ്പ് എനിക്ക് തരണം. ഫുള്ള് തുറന്നടക്കി ഇങ്ങനെ ഫുള്ള് തുറക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇപ്പൊ ഇതുള്ളത്. മതിയോ? ഞാൻ എത്ര പ്രാവശ്യം അങ്ങനെ ആക്കിയത്. ഓക്കെ. ശ്രീ ചോദിക്കൂ. ഓക്കെ. ബാഗ് ആണെങ്കിൽ അതിനൊരു സ്ലിംഗ് ഉണ്ടാവുമല്ലോ. കൈ പിടിക്കുന്ന കൈ ഉണ്ടാവും. എങ്ങനത്തെ ബാഗാന്ന് ചോദിക്കി. സോറി എങ്ങനത്തെ ബാഗാണത്? അത് ഒരു നല്ലൊരു ബാഗാണത്. വളരെ നല്ല ബാഗ്. ഓക്കെ. ബാഗിന്റെ സ്ലിംഗ് ഇല്ലേ? ഉണ്ട്. ഓക്കെ. ആ സ്ലിംഗ് എന്താ? മെറ്റൽ സ്ലിംഗ് ആണോ ലെതർ ആണോ? മെറ്റൽ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മെറ്റലിന്റെ സ്ലിംഗ് പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കൂലേ? നിലത്തടിക്കൂലേ? ഇങ്ങനെ 2 കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ അടിക്കൂലേ? ഓ അങ്ങനെ അടിക്കണം. വീശിട്ട്. അടിച്ചു. ഓക്കെ. അത് കുറച്ച് നന്നായിരുന്നു. ഓക്കെ. അതൊന്ന് കുറച്ച് ഹൈറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇട്. എന്നാ കണ്ണടക്കണേ. നല്ല വെയിറ്റ് ഉള്ള ബാഗാന്ന് തോന്നുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. സാധനങ്ങളോട് കൂടിയ ബാഗാ. അല്ല ഞാൻ വെറുതെ വെയിറ്റ് വെച്ച് ഞാൻ പറഞ്ഞതാ. ഷാമി അന്റെ വാച്ച് ഉണ്ടോ? ഇപ്പൊ ഫുള്ള് അല്ല ഇത് ഓക്കോട് ആ സാധനല്ലേ വാച്ചല്ലേ? ഒരു 4-5 പ്രാവശ്യം ആ ബാഗിന്റെ ഉള്ളിൽ തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇട്ടേ. ഓക്കെ.
അത് എയർ നടണേ, നിലത്ത് വെച്ചിട്ട് ഇടണ്ട. ഇത് ഇതിന്ന് കേൾക്കുന്ന ഒച്ചയ്ക്കൊക്കെ ഒരു ഇതുണ്ടാവും കേട്ടോ, പരിധി. ഇനി ഇടണോ? മതി മതി മതി, താനെ ഒന്ന് വീണിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഷാമി ചോദിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ ബാഗിനൊക്കെ പിന്നെ എന്താ ചോദിക്കാനുള്ളത്? ബാഗിനെ ചുരണ്ടി നോക്കാം, മാന്തി നോക്കാം. അത് അത് ചുരണ്ട്, അതായത് അതിനിങ്ങനെ മാന്ത്, അതിനിങ്ങനെ ഇങ്ങനെ 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 മാന്ത്. ഓക്കെ, എവിടെ മാന്തുന്നുണ്ട്? നല്ലോണം അല്ല, ബാഗാണ്. മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇരിക്കുകയാണ്. ലെതറല്ലേ? എന്റെ ചോദ്യല്ലേ, ആ ബാഗിന്റെ മുകളിൽ ഇങ്ങനെ ഈ ഇത്രയും വരലോട്ട് ഇങ്ങനെ 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 കൊട്ടിയേ, ഞാൻ നേരത്തെ സൗണ്ട് കേട്ടില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങള് 3 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ചെയ്തതൊക്കെ എനിക്ക് തോന്നുന്ന ബാഗ് പോലെ തന്നെ ഫീൽ ജെനുവിനാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ബാഗിന്റെ അതേ ഒരു സൗണ്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാഗിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെ നിറഞ്ഞതുണ്ട്. അതിന് പേപ്പർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ബാഗ് തന്നെയാണ് തോന്നുന്നത്. എനിക്കും തോന്നുന്നു ബാഗാണ്. റെഡി, 3, 2, 1, go. അതിന്റെ ഉള്ളില് പേപ്പർ ഉണ്ട്, സ്ലിംഗ് ഉണ്ട്. ഇതാണ് എനിക്ക് തോന്നി. സ്ലിംഗ് അങ്ങനെ അടിച്ചപ്പോ പിന്നെ ഇതെങ്ങനെയല്ല അടിച്ചേ? അങ്ങനെ തന്നെ അതൊക്കെ തോന്നി ബാഗ് നല്ല ബാഗ്, ഫാസ്റ്റ് ട്രാക്കിന്റെ ബാഗാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ്. എനിക്ക് ആ സൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് തോന്നി ഗൈസ്. നല്ല രസമുണ്ട്. ആ കളറും കൊള്ളാം. അതെ, ഞങ്ങൾക്ക് പറ്റുന്ന കളർ തന്നെയാണ് ഗൈസ്. അങ്ങനെ അഞ്ച് പറഞ്ഞ സത്യം ഞങ്ങൾ സത്യമാണ് തന്നെ കണ്ടുപിടിച്ചിട്ട് ഈ ബാഗ് ഇട്ടിരിക്കുകയാണ്. റെഡി അല്ലേ? ഓക്കെ ഗൈസ്, കണ്ടോളൂ. തുറന്നു. ഓക്കെ, ഇന്റെ മുന്നിലുള്ളത് റോബോട്ടാണ്. റോബോട്ട്? അതെ. എന്ത് റോബോട്ട്? അല്ല, ഒരു റോബോട്ടാണ് എന്റെ മുന്നിലുള്ളത്. റോബോട്ട് ടോയ്. ആ റോബോട്ട് ടോയ്. ഓക്കെ, റോബോട്ട് ടോയ് ആണ് ശ്രീന്റെ കയ്യിലുള്ളത്. ഞാൻ ചോദിക്കാം. ഞാനിപ്പോ ആ ചോദിച്ച ചോദ്യത്തിനോട് ചേർന്നിട്ട് തന്നെ ഞാൻ ചോദിച്ചു തുടങ്ങാം. ശ്രീന്റെ കയ്യിലുള്ളത് ഒരു റോബോട്ട് ആണെങ്കിൽ ആ റോബോട്ട് എന്താണ്? അതുകൊണ്ട് അതെന്താണ്, സാധനം എന്താണ്? ഇതൊരു റോബോട്ട് ടോയ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആ റോബോട്ട് ടോയിന്റെ രൂപം എങ്ങനെയാണ്? റോബോട്ട് ടോയിന്റെ രൂപം എന്ന് പറഞ്ഞ ഒരു റോബോട്ട് ഫേസ് ഉണ്ട്, റോബോട്ട് ബോഡി ഉണ്ട്, റോബോട്ടിന് കാലും ഉണ്ട്. ഓക്കെ, അത് നടക്കുവോ? നടക്കും. ചോദിച്ചു ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അത് നടക്കുവോ? നടക്കും. നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നടത്തി. ഓക്കെ, കേട്ടെ. എത്ര കാലങ്ങളുള്ള കൊറേ കാലുണ്ട് ഇതിന്. അന്റെ ചോദ്യം കഴിഞ്ഞല്ലേ? അടുത്ത അഞ്ച് കഴിക്കോ? അതിന് കണക്ഷനും ഇതൊക്കെ ഉണ്ടോ? കണക്ഷൻ ഉണ്ട്, പക്ഷെ ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കണക്ഷൻ ഉണ്ട്. കണക്ഷനുള്ള റോബോട്ട്. കണക്ഷൻ ഉണ്ടായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കല്? കണക്ട് ചെയ്താൽ ഞാൻ റോബോട്ട് നടക്കും. നടക്ക മാത്രമേ ഉള്ളത്? നടക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, ലൈറ്റ് ഒന്നുമില്ല. റോബോട്ട് ആകുമ്പോ തലുണ്ട്, ഉടലുണ്ട്, ഒരുപാട് കാലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അർത്ഥം കേട്ടിട്ട് അതിന്റെ തലഭാഗം ഒന്ന് തിരിച്ചു പിടിച്ചിട്ടൊന്ന് അടിക്കി. ഓക്കെ, തലേന്റെ ബാക്ക് ഭാഗമാണോ ഉദ്ദേശിച്ചത്? തലഭാഗം എങ്ങനെ എവിടെ അടിക്കും? ഓക്കെ, നോക്കട്ടെ. അതായത് കമഴ്ത്തി പിടിച്ചടിക്കാണ് തല. അങ്ങനെ. ഓക്കെ, കേട്ടെ. പൊളിഞ്ഞാൽ ഉത്തരവാദില്ല, അവര് പറഞ്ഞിട്ടാണ് ഞാൻ പൊളിച്ചത്. ഇനിയിപ്പൊ ഞാനല്ലേ ചോദിക്കണ്ടേ? എന്റെ മൂന്നാമത്തെ ചാൻസ് അത്. റോബോട്ടിന്റെ ഫേസ് എന്താ? മീൻസ് എങ്ങനാ അതിന്റെ ഷേപ്പാ? അല്ല, രീതി എങ്ങനെ? എന്താ, പ്ലാസ്റ്റിക് ആണോ, ഫൈബർ ആണോ, ഗ്ലാസ് ആണോ? ഇത് പ്ലാസ്റ്റിക്കാ. പ്ലാസ്റ്റിക്കാ? പ്ലാസ്റ്റിക് ആണെങ്കിൽ ആ റോബോട്ടിന്റെ മേല് മൊത്തം ഇങ്ങനെ ഓക്കെ, കേട്ടെ. ഒരു ഭാഗത്തല്ല, റോബോട്ട് ഇങ്ങനെ നിക്കല്ലേ? അതെ, ആ നിക്കുന്നത് ഇങ്ങനെ താഴേന്ന് മേലോട്ട്. അതന്നെയല്ലേ ഞാനിപ്പോ ചെയ്ത്. ഓക്കെ, കണ്ടോ? ഓക്കെ,
കുഞ്ഞിയാ കുഞ്ഞിയെ റോബോട്ടാണ്. നിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ആ അത് റോബോട്ട് ആണെങ്കിൽ എന്താ സംശയം ഉണ്ടോ? കയ്യുണ്ട്, കയ്യും കാലും ഒക്കെ ഉണ്ട്. കയ്യും കാലൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്താ ചോദിക്കാ? അതിനടുത്ത് ഇടാൻ പറ്റില്ല, കാരണം നേരത്തെ തന്നെ അതിനെ അടിച്ചു പൊടിച്ചിട്ടുണ്ട്. ഇട്ടാണെന്നുണ്ടെങ്കിൽ ആ പൊടിഞ്ഞു. അത് പ്ലേ ആവുന്നില്ലല്ലോ. ലൈറ്റ് ഒക്കെ ഉണ്ടോ? ആ ലൈറ്റ് ഒക്കെ ഉണ്ട്. ലൈറ്റ് കത്തിച്ചാ കാണൂ ഇവിടെ. ആക്കാൻ പറ്റില്ല. ഓക്കെ, അതിനെ പഠിച്ചൊന്ന് ഉരുട്ട്. ഉരുട്ടാനാ? ഇതിന് ഓക്കെ. ഉരുളാണോ? ഉരുളു? ആ ഉരുളാണ്. എന്തോ കലകല സാധനാണ്. എന്തോ ഒരു ടോയ് ആണത്. പറഞ്ഞു റോബോട്ട് അല്ല ഗൈസ്, അതൊരു ലൈ ആണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് റോബോട്ട് അല്ല. എനിക്ക് തോന്നുന്നത് റോബോട്ടാ. എടി ആൾക്ക് നല്ല സാധനം കിട്ടാനില്ല. അതുകൊണ്ടല്ല എനിക്ക്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നല്ല കൊണ്ടൊക്കെന്നുള്ളൊരു തോന്നല്ലേ? അല്ല, അതുകൊണ്ടല്ല, എനിക്ക് അത് തോന്നുന്ന റോബോട്ട് ആണ്. എന്തോ അങ്ങനെ ഫീൽ. മുന്നത്തെ ആസ്ട്രോനറ്റിന് ഞാൻ തൊട്ട് കളിച്ചില്ലേ, തൊട്ട് ഇങ്ങനെ കാക്കില്ലേ, അതേപോലത്തെ സൗണ്ട്. ഈ റോബോട്ട് എന്ന് ശ്രീ പറയണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വെറുതെ കളക്ടർ പറയാൻ ചാൻസ് ഇല്ല എന്നൊക്കെ തോന്നൽ. റോബോട്ട് എന്നൊക്കെ പറയാം. എക്സാമ്പിൾ പറയൂ ശ്രീ. ഞാൻ ലൈയാന്ന് പറയുന്നത്. ഞാൻ ട്രൂത്താന്നാ ഗൈസ് പറയുന്നത്. റെഡി? ആ റെഡി അല്ലേ? ഓക്കെ, 3 2 1 ഗോ. റോബോട്ട്! റോബോട്ട്! ഇതെന്ത് റോബോട്ടാണ്? കൊറേ കാലുണ്ടെന്ന് ഷാബി പറഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി. കൊറേ കാലുണ്ട്, ഇത് നോക്ക്. റോബോട്ടാണ് ഗൈസ്. അത് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇത് കഴിഞ്ഞു പോയി. ഇന്റെ മനസ്സിൽ എന്ത് സാധനം അറിയാവുന്നത്? വല്ല ഇങ്ങനെ എന്താ പ്രൊജക്ടർ പോലെയോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഒരു സാധനം ആയിരിക്കും എന്നുള്ള രീതിയിലാണ് എന്റെ തല. ഇതിനെ ഞാനൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചോക്കട്ടെ. ദൈവമേ, ഇത് എവിടെ വരെ പോകും? കാര്യമായി റിവേഴ്സ് വരുന്നുണ്ട്. ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോവാ മൂപ്പര്. എനിക്ക് കിട്ടിയില്ല. ഇത് ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ കളിച്ചോളായിരുന്നു. എന്നാലുള്ള എന്താണോ മിഠായിയാ ഉണ്ടല്ലേ. പിച്ചി പറിച്ചെറിയും. ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടുറക്കട്ടെ. അഭിനയം തന്നെ. ഏതാ അഭിനയം? ഓക്കെ ചലു, റെഡിയാണോ? ആയോ? റെഡി. കണ്ടുറന്നു. എന്റെ കയ്യിലുള്ളത് ഒരു വളയാണ്. വള. ഒറ്റ വളയോ? ആ ഒറ്റ വള. ചോദ്യം കഴിഞ്ഞ 2 ചോദ്യം ഉള്ളു. ചോദ്യം കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചു. ഒറ്റ വള. തുടങ്ങിയോ? അത് വളയാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് ഈ ഹൈറ്റ് ഒന്ന് താഴേക്ക് ഒരു 5-6 വെച്ചിട്ടെ. കണ്ണടക്കണോ? വിട്ടെ പോരെ. അത്ര പറ്റൂ. കാണുന്ന സമയത്ത് അധികം ഒന്നും ചോദിക്കാൻ പറ്റില്ല, അതാ വിഷയം. കൊറേ ചോദിക്കാണ്ട്. വളയൊക്കെ കൊറേ ചോദിക്കാണ്ട്. വള ആണല്ലേ? അങ്ങനെയാണെങ്കിൽ അത് കയ്യിലിട്. കയ്യില് ഞാൻ പെട്ടെന്ന് അറിയും. ഇട്ടറിയും. കയ്യിലിട്ടിട്ട് കൈ ഇങ്ങനെ തട്ട്. കൈ തട്ട്. കൈ ഇങ്ങനെ തട്ടേ. ഇങ്ങനെ തട്ട്. കയ്യില് വള അങ്ങനെ നിലത്ത് തട്ടണം. മതി. ഓക്കെ ഷാമി, 2 കയ്യിലും 2 വള എന്തായാലും ഉണ്ടാവുമല്ലോ. 2 കയ്യിൽ ആ വള ഉണ്ട്. അത് ഞാൻ മറന്നിരുന്നു. ഇത് കുറച്ച് വലിയ വളയാണ്. അങ്ങനെ ഇടാൻ 2 കയ്യിലും ഇട്. ഇട്ടോ? പണി ഇട്ട് കഴിഞ്ഞോ? ഓക്കെ, കൈ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ തമ്മിൽ മുട്ടിച്ച കിലുക്ക്.
ഇങ്ങനെയാണോ വള നിൽക്കുക? ആ ഇങ്ങനെ പറ്റുള്ളൂ, ഒറ്റ വളയാണ്. ഒറ്റ വളയല്ലേ? ദാ ഓക്കെ ഓക്കെ. ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ ഇട്ടിരിക്കാം. വളയുടെ മുകളിൽ എന്താ ഡിസൈനോ എന്താ ഉള്ളത്? ആ വര വര വട്ടം വട്ടം. വര വര വട്ടം വട്ടം അല്ല ചോദിച്ചത്. അതിന്റെ ആ പുറത്തുള്ള സാധനം എന്താന്ന്? വള മെറ്റലാണോ? ചോദ്യം വ്യക്തമായി. വള മെറ്റലാണോ? ആ മെറ്റലാണ് വള. മെറ്റൽ. ഇത് എന്താ? മെറ്റലാണോ, സ്റ്റീലാണോ, ഫൈബർ ആണോ, പ്ലാസ്റ്റിക് ആണോ? എന്താ? പ്ലാസ്റ്റിക് അല്ല, സ്റ്റീൽ പോലത്തെ. സ്റ്റീൽ പോലത്തെ. അതിന്റെ മുകളിൽ എന്താ ഡിസൈൻ ഉണ്ടാവില്ലേ? ആ വര വര വട്ടം വട്ടം. വര വര വട്ടം വട്ടം എന്താന്നാ ചോദിച്ചത്? വര ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ അതും മെറ്റലിൽ തന്നെ ആണോ? അതൊക്കെ സെയിം തന്നെ, സ്റ്റീൽ പോലെ തന്നെ. ഷാമി 5 കഴിഞ്ഞല്ലേ? ഓക്കെ. ഈ മൂന്നെണ്ണം കഴിഞ്ഞ് എന്റെ ഒന്നും കൂടി ഉണ്ട്. നമ്മള് പണ്ടൊക്കെ വള എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കൂലേ? എന്തായാലും വളയാകുമ്പോ അത് പറ്റുമല്ലോ. ആ 2 വളയും കൂടെ അങ്ങനെ തിരിച്ചേ. അല്ല അല്ല ഒന്ന് തിരിച്ചാണ്ടില്ലേ? ഒന്നും മറ്റേ ഉടായ്പ. അതെ, ഇങ്ങനെ കളിക്കാനല്ല, ഭാരമേറിയ വളയൊന്നും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കാനാ. ഗ്ലോബ് ഒക്കെ തിരിക്കാൻ അതാ അങ്ങനെ തന്നെ തിരിക്കുന്നേ. അങ്ങനെ എല്ലാരും ഈ തിരിക്കുന്നത്. കാക്കൊന്ന് പറഞ്ഞു കൊടുക്ക്, അങ്ങനെയല്ലേ തിരിക്കുന്നേ? ആ നമുക്ക് അപ്പൊ തിരിക്കാൻ അറിയില്ല അഞ്ചി. അല്ല തിരിക്കുണ്ടല്ലോ. തിരിക്കണ്ട്. ഓള് വെറുതെ ഇങ്ങനെ ഇങ്ങനെ മിണ്ടാതെ നിന്നാലേ കേക്കുള്ളേ. എന്തൊക്കെയോ പാത്രങ്ങൾ തട്ടും മുട്ടും പോലെ എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് കേട്ടോ. ഒരു തിരിക്കല്ലേ? 2 3 4. ഞാൻ കൈ എടുത്തുക്കുന്നത് അതിന്റെ മുകളിൽ. ഓക്കെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? എന്റേത് കഴിഞ്ഞോ? ഇല്ലല്ലോ. കഴിഞ്ഞോ? ആ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ശ്രീയല്ലേ തുടങ്ങിയത്? ശ്രീന് 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞേ. ഞാനാണ്. വളരെ ആലോചിച്ച് ഗൈസ്. 2 വളയും കൂടി ഒന്നിച്ച് താഴേക്ക് ഒരു 5-6 പ്രാവശ്യം ഇടും. കണ്ണടക്കി കണ്ണടച്ചു. ഒളിക്കോ? മതി മതി മതിയോ? ഇട്ട് പറ. അവിടെ നോക്കിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ പറഞ്ഞോ. ട്രൂത്ത് ആണോ ലൈ ആണോ? ഒന്ന് പറയോ? തോന്നുന്ന ഷാമി പറയുന്ന ട്രൂത്ത് ആണ് എന്നാണ്. എനിക്ക് എങ്ങനെ തോന്നുന്നു? എനിക്ക് തോന്നുന്നത് തെറ്റിയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്ന ട്രൂത്ത് ആണെന്ന്. കാരണം ഓക്സിഡൈസ്ഡ് സിൽവർ വളയൊക്കെ അത് ഞാൻ ആലോചിക്കുന്നത്. അത് ഭയങ്കര മെറ്റാലിക് സാധനം. അതെ, അതേപോലെ എനിക്ക് തോന്നി. എനിക്ക് അറിഞ്ഞൂടാ. ഈ കള്ളത്തരാണെങ്കിലോ? പറഞ്ഞോ പറഞ്ഞോ, എന്താ വെച്ചാ പറഞ്ഞോ. നിങ്ങളെ ഇഷ്ടം പോലെ. തെറ്റാണെങ്കിൽ കമ്പനി ആയ എനിക്ക് തന്നെ പോവും, ശരിയാണെങ്കിൽ നിങ്ങൾക്ക് വരും. അങ്ങനെ അഞ്ചി തീരുമാനിക്ക്. എനിക്ക് തോന്നുന്നു ഗൈസ് വളയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് സമ്മതിക്കാൻ തോന്നുന്നില്ല അല്ലേ? പക്ഷെ അത് വളയല്ലെങ്കിലോ? വളയല്ലെങ്കിൽ എനിക്ക് കിട്ടും. തോന്നുന്നത് ശ്രീ ട്രൂത്ത് ആന്ന് ഉറപ്പിച്ച്. അടുത്ത 5-ൻ്റെതാണ്. വേഗം ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ പറയുന്നത് ലൈയാന്ന് എനിക്ക് പേടിയുണ്ട്. പക്ഷെ ലൈയാന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ 2 തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ലൈയില് ഞാൻ ഉറപ്പിച്ചു. ഓക്കെ റെഡി? 3 2 1 ഗോ. വളയാണ്. വളയാണ് ഗൈസ്. രണ്ടുപേരും എനിക്ക് ഓരോന്നോരോന്നേ ഭാഗമുള്ളൂ. മനസ്സിലായില്ല. വളയാണ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് 2 കൂടി ഇടുന്ന സമയത്ത് ഒന്ന് വേറെ എന്തോ ഒരു അതല്ല, ഇത് ഓരോന്ന് എന്താ പറയാ ഒറ്റൊന്നെ കിട്ടും അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ ഞാൻ 2 വള വാങ്ങിച്ചു. ഇവർക്ക് 2 പേർക്കും 2 ടേസ്റ്റ് ആണല്ലോ. വള ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സത്യം പറഞ്ഞ അങ്ങനത്തെ ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. നമ്മളെല്ലാരും വിചാരിച്ചിട്ടുണ്ട് വേറെ വാങ്ങണം. കിട്ടേണ്ട വള. അടുത്ത ശ്രീ അല്ലേ? അടുത്ത ഞാൻ ശ്രീനയില് അടുത്ത ഗിഫ്റ്റ് കിട്ടുന്നു. നേരത്തെ പറഞ്ഞില്ലേ കറക്കുന്ന ഇതാ.
എടി, അങ്ങനെയല്ല ഞാൻ കറക്കാൻ പറഞ്ഞേ. ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറയട്ടെ. ആ. ഈ വളയാണ് എന്ന് എനിക്ക് തോന്നി. പിന്നെ ശ്രീ ട്രൂ ആന്ന് പറഞ്ഞ സമയത്ത് ഞാനത് പറഞ്ഞിട്ട് ഇനി തെറ്റിപ്പോന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ രണ്ടും കൂടി ഇരുന്ന സമയത്ത് പക്ഷെ ഒന്ന് കറക്റ്റ് വളേന്റെ സൗണ്ട്, ഒന്ന് വേറെ എന്തോ ഒരു പാത്രം അങ്ങനെ എന്തൊക്കെ എനിക്ക് പോലെ തോന്നി. അതാ ഞാൻ പിന്നെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയത്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ശരിക്കും എന്നോട് എങ്ങനെ കറക്കാനാന്ന് അറിയോ പറഞ്ഞേ? ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ അത് നിക്കണില്ലേ? അതങ്ങനെ അത് മറ്റേ വളാണെങ്കിലല്ലേ നിക്കൂ. ഇത് അങ്ങനത്തെ വളല്ലല്ലോ. ആയതുകൊണ്ട് അങ്ങനെ വന്നില്ല. ഞാൻ ഇട്ടോ കിട്ടത് എനിക്കെന്തിനാത് എനിക്കിട്ടൊന്നും നോക്കണ്ട. നല്ല അപ്പൊ നിങ്ങള് കണ്ടടച്ചിരുന്നോ? ഞാൻ എന്റെ ഗിഫ്റ്റുകൾ എടുത്തു വെക്കാം. ഓക്കെ. കുറച്ച് സമയം വേണേ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്, എന്തോ സാധനം വലുതാ കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. എന്റെ കയ്യിലുള്ളത് ഒരു ഐഷാഡോ പാലറ്റ് ആണ്. ഐഷാഡോ പാലറ്റ് അത് മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. ഇടില്ല സാധന ഗൈസ്. ഓക്കെ, ചോദിക്കൂ. ചാമി ചോദിച്ചു ആദ്യം. ഐഷാഡോ പാലറ്റിനെ പറ്റിട്ട് ഷാമിക്കാൻ കൂടുതൽ അറിയാതെ. അത് ഏത് ബ്രാൻഡാണ്? അത് മാർസ്. ഓക്കെ, അതായത് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. ഐഷാഡോ പാലറ്റിന് മൂടി അടപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ട്. അപ്പൊ അത് ഒന്ന് തുറന്നു കിടച്ച് അങ്ങനെ കളിച്ചേ. ഭയങ്കരമായിട്ട് ആക്കാൻ പറ്റില്ല, കാര്യം അതിന്റെ ഉള്ളിലുള്ള സാധനം ഇതായി പോവും. തുറന്നേ, അടച്ച്. നീ തുറന്നേ, അടച്ച്. സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. തുറന്ന് തോന്നുന്നു. മാഗ്നറ്റിക്കാ? എന്റെ ചോദ്യം അപ്പൊ ശ്രീന്റെ ചോദിച്ചില്ല. ഷാമി ഇപ്പൊ ഐഷാഡോ പാലറ്റിന് ഒരു ഷെയ്ഡിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അല്ല നമ്പർ അല്ല, ഇന്ന ഷെയ്ഡ്സിലായിരിക്കല്ലോ ഓരോ ഐഷാഡോ. ഇത് മിക്സ് ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള അത് ഒരു മെറൂൺ ഷെയ്ഡ്സ്, റെഡ് ഷെയ്ഡ്സ്, അങ്ങനെ സ്പെസിഫിക് ആക്കി പറയാനുള്ളത് ഇല്ല. വേണമെങ്കിൽ അത് ഏത് ഷെയ്ഡില് വരുന്നതാന്നില്ല. ഇതിന്റെ മുകളിലുണ്ടോ? അല്ലല്ല, 5ക്ക് കണ്ടിട്ട് തോന്നില്ല. അതാ ഞാൻ പറഞ്ഞത് മിക്സ്ഡ് ആണ്. മിക്സ് വേണമെങ്കിൽ നമുക്ക് ഷെയ്ഡ് വേണമെങ്കിൽ പിങ്ക് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. പിങ്ക് ഷെയ്ഡ്സിൽ വരുന്ന പിങ്ക് ഉണ്ട്. പിന്നെ അതല്ലാതൊരു ഷാമ്പെയിൻ കളർ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ. അതിന്റെ മുകളിൽ ആ സാധനത്തിന്റെ പേരില്ലേ? പേര് കൂടാതെ അതിന്റെ ഡീറ്റെയിൽസ് ആ സാധനത്തിന്റെ മുകളിൽ ഉണ്ടാവില്ല. എന്തായാലും ബേസിക് ഡീറ്റെയിൽസ് അതിന്റെ മുകളിൽ ഉണ്ടാവുമല്ലോ. ഐഷാഡോ പാലറ്റ് ഉണ്ട്. അതല്ല, ഷെയ്ഡ് നെയിം, പിന്നെ അതിന്റെ എന്താ പറയാ കോമ്പോണന്റ്സിന്റെ സാധനങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വായിച്ചേ. ഇതിന്റെ മുകളില് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അതിന്റെ മുകളിൽ അതിന്റെ പെട്ടിന്റെ മുകളിൽ കോമ്പോണന്റ്സിന്റെ പേരില്ലാതെ ഒരു സാധനം എന്തായാലും ഇറക്കൂലല്ലോ. കോമ്പോണന്റ്സ് ഉണ്ട്. എന്താണ് എന്തൊക്കെയോ ഭയങ്കര എന്താ ഈ മറ്റേ ടൈപ്പ് സാധനങ്ങളില്ലേ, എന്താണ് പൗഡർ അങ്ങനത്തെ രീതിയിലുള്ള എന്തൊക്കെയാണ്. അത് നോക്കി വായിച്ചാൽ മതി. ഓക്കെ. പോളിത്തീൻ വാക്സ്, പിന്നെ അലൂമിനിയം, പിന്നെന്താണ് മഗ്നീഷ്യം സ്റ്റെറേറ്റ്. ഓക്കെ. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒന്ന് ഷെയ്ഡ് ചോദിച്ച്, ഒന്ന് ബ്രാൻഡും ചോദിച്ചു. പെട്ടെന്നായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ മൊത്തത്തിലൊന്ന് ഈ ടേബിളിന് മുകളിൽ ഇങ്ങനെ അടിക്കൂലേ? നല്ല അടിച്ച പൊട്ടിക്കരുത് കേട്ടോ. ഞാൻ ഐഷാഡോ പാലറ്റ് ആണല്ലോ അല്ലേ? അതെ. ഓക്കെ. ഇനി ശ്രീന്റെ ചോദ്യം. ഐഷാഡോ പാലറ്റ് ആണല്ലോ. ഞാൻ ആണെങ്കിൽ അതെ ആണെങ്കിൽ എത്ര ഷെയ്ഡ് ചോദിക്കൂ പ്ലീസ്. ചോദിക്കാൻ മറന്നുപോയി. ഐഷാഡോ പാലറ്റ് ആണെങ്കിൽ അതിലെ ഷെയ്ഡിന്റെ സ്ക്വയേഴ്സ് ആയിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ടോ സർക്കിൾ ആയിട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ. അത് എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി പറയാമോ? അത് 1 2 3 4 5 6 7 8 9 10 11 12 ഷെയ്ഡ്. 12 ഷെയ്ഡിന്റെ സാധനമാണ് കേസത്. ഓക്കെ. 12 ഷെയ്ഡാണ്. കഴിഞ്ഞില്ലേ? 12 വെറൈറ്റി ഷെയ്ഡുകളാണ്
മിസ്സായി കഴിഞ്ഞത് ഭയങ്കര വിഷമാവും. അത് സംഭവം എന്തോ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ്, പക്ഷെ നമുക്ക് ഐശ്വര്യയുടെ പാലറ്റ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ചിലപ്പോ ബ്ലഷ് ആവാം, കോമ്പാക്ട് ആവാം, അതിനൊക്കെ ഇതേപോലെ കോമ്പോണൻസ് കേട്ട് നമുക്ക് ഓർമ്മയുണ്ടോ? കോമ്പണൻസ് ഓർമ്മയുണ്ട്, പക്ഷെ ഇത് ഇതിലൊക്കെ വരുന്നത് നമുക്കറിയില്ലല്ലോ. ഞാൻ പറയുന്നത് ട്രൂ. എനിക്കും തോന്നുന്നത് ഐഷാഡോ പാലറ്റ് ആയിരിക്കും എന്നാണ് ഗൈസ്. ഐഷാഡോ പാലറ്റ് ആണ്. ഓക്കേ, ട്രൂ. 3 കണ്ണടച്ചോളൂ. 3 2 1 ഗോ. ഇതിലെ ഐഷാഡോ പാലറ്റ് ആണ്. ഇതിൽ നല്ല നല്ല ഷെയ്ഡുകളുള്ള ഐഷാഡോ പാലറ്റ് ആണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഇതിപ്പോ ബ്ലഷ് ആയി പോകുന്നൊക്കെ. അങ്ങനെ പറയാൻ പറ്റില്ല, കാര്യം കോമൺ ആയിട്ടുള്ള സാധനല്ലേ ബ്ലഷ്, അങ്ങനെ അങ്ങനെ മാറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതന്നെ എനിക്കിങ്ങനെ ആലോചിച്ചപ്പോ തോന്നി പുറകിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവൂലേ, ഇത് വായിച്ചപ്പോ ഏകദേശം കിട്ടില്ല. പക്ഷെ ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് മേക്കപ്പ് ആണോ അല്ലേന്ന് പറയാൻ പറ്റും, ഐഷാഡോ പാലറ്റ് ആണോന്ന് പറയാൻ പറ്റില്ല. ശരിയാണ്, പക്ഷെ ഏകദേശം മനസ്സിലാവും. ഇത് ഗ്ലിറ്റേഴ്സിന്റെ പിങ്ക്. ഇതില്ലേ ഞാനൊരു കാര്യം പറയാം, ശ്രീന്റെ മുന്നേ ഷാമിനോട് ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു, ഷാമി എനിക്ക് ഒരു ഐഷാഡോ പാലറ്റ് ഇങ്ങനെ തപ്പി തരുമെന്ന് പറഞ്ഞു. അത് ഇവള് നോക്കിണ്ടോന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഇങ്ങനെ തപ്പിയ സമയത്ത് നല്ല ഭംഗിയുള്ള കണ്ടിട്ടോ. ഞാൻ പറയട്ടെ, ഇതേപോലെ തന്നെ ലിപ്സ്റ്റിക്കിന്റെ ഉണ്ടായിരുന്നു. ഞാൻ അതാക്കാന്ന് വിചാരിച്ച കാര്യം, ഒരുപാട് ഷെയ്ഡുകൾ ഉള്ളത്. പിന്നെ ഐഷാഡോ പാലറ്റ് ആയിക്കോട്ടെ എന്ന്. എങ്ങനെയുണ്ട്? നല്ല ബാർബി ലുക്ക് ഉണ്ട്. അതായത് കണ്ണിന്റെ മുകളിൽ പിങ്ക്. ഒന്ന് ശല്യം ഇവിടെ വരും, ഒന്ന് കണ്ണ് കാണിച്ചു കൊടുക്കൂ. ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ടിട്ടുള്ളൂ, അത് നന്നായിട്ട് ബന്ധമുണ്ട്. അടിപൊളി ശ്രീ. അടുത്തതിനോടോ എന്തായാലും ഒരു കണ്ണിലിട്ടല്ലേ, അവര് മറ്റേതും കൂടെ ഇട്ടോട്ടെ. കയ്യുണ്ടായതുകൊണ്ട് നല്ല ഷെയ്ഡല്ലേ അത്, നല്ല ഷെയ്ഡ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ശരിക്കും മേടിക്കണം എന്ന് വിചാരിച്ചിരുന്ന സാധന. ഞാൻ അവരടുത്ത് പറയും, കാരണം എനിക്ക് ഇന്നെക്കാട്ടി കൂടുതൽ ഇവർക്കാണ് മേക്കപ്പ് അറിയാം. അപ്പൊ ഇവരടുത്ത് ഞാൻ അങ്ങനെ പറയും, എനിക്കൊന്ന് കുറച്ച് കൂടുതലാണ്, രസമുണ്ട്. ഇത് ബ്രഷ് വെച്ചിട്ടിടാം, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ചേരൂല. നോക്ക് നോക്ക്, നല്ല രസല്ലേ? എനിക്കിഷ്ടമായി. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവർക്കെങ്കിലും കിട്ടിയല്ലോ. രണ്ട് നല്ല ഗേളി ആയിട്ടുള്ള സാധനങ്ങളാണ്. അതാ പറയുന്നത്, ഈ പ്രാവശ്യം ഫുള്ള് എങ്ങനെ ഗേളി ടൈപ്പ് ബാഗ് ഉണ്ട്, പിന്നെ ഈ ഐഷാഡോ പാലറ്റ് ഉണ്ട്. അതിലിട്ടോ അതിലെ പേപ്പറൊക്കെ ഒഴിവാക്കിയോ? ഓ, അതൊക്കെ ഞാൻ എപ്പോഴും ശരി, എന്നാ പിന്നെ അതിലിട്ടോ. ഇതെന്താ അറിയോ, ഞാൻ അതാ പറഞ്ഞത്, ഇത് നല്ല അമർത്തി ഇങ്ങനെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് മേലേന്ന് താഴേക്ക് ഇടാന്നൊക്കെ പറയില്ലേ, അതിന്റെ കൂട്ടത്തില് ഐഷാഡോ അത് പറഞ്ഞില്ല, നല്ല തട്ടാനാക്കി. ഏതായാലും ഞങ്ങൾ കണ്ടുപിടിച്ച ഗിഫ്റ്റ്സ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അതെ, ഗിഫ്റ്റുകളൊക്കെ നല്ലതായിരുന്നു, എനിക്കൊന്നും കിട്ടില്ല എന്ന് മാത്രം. അടുത്ത ചാനൽ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഉണ്ട്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് സഞ്ജിത, സൈനിങ് ഓഫ്.